സഹായിക്കുന്നതാണ് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, ഈ പനിയൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രതിരോധ മാർഗമാണ്. പുറത്തേക്ക് ഇപ്പൊ വൈറസ് ആയിക്കോട്ടെ എന്തോ ഒന്ന് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ നശിപ്പിക്കാനായി വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശരീരം ചൂട് വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പൊ നമ്മൾ കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് എന്തായിരിക്കണം? വെറുതെ നമ്മളുടെ ടെമ്പറേച്ചർ, താപനില കൂടിയിട്ടുള്ള ടെമ്പറേച്ചറിനെ കുറയ്ക്കാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണോ നമ്മൾ കഴിക്കേണ്ടത്? അല്ല, മറിച്ച് എന്താണ് കാരണം എന്നുള്ളത് നോക്കണം അല്ലെ? ആ കാരണത്തെ വേണ്ടിയിട്ട്, ആ കാരണത്തെ നശിപ്പിക്കുന്നതായിട്ടുള്ളതാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പൊ നോക്കിയാൽ അറിയാം, അത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളുടെ ഈ ബിലോ 37 വന്നിട്ടുള്ളത്. ഓക്കെ, അത് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് ഗോതമ്പി എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ ബ്രെയിനിലെ തെർമോ റെഗുലേറ്ററി സെന്റർ ഉണ്ട്, അവിടെയാണ് ഇതിന്റെ പ്രവർത്തനം. ആന്റി വൈറൽ ആക്ടിവിറ്റി ഉള്ളതാണ് ഗോതമ്പിക്ക്. പിന്നീടുള്ളതാണ് തൃകടു എന്നുള്ളത്. ഞാൻ നേരത്തെയും പറഞ്ഞു, അതായത് ചുക്ക്, തിപ്പലി, കുരുമുളക്. ഇത് നമ്മളുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അതോടൊപ്പം ഈ പനിയും ദഹനവും തമ്മിൽ എന്താ ബന്ധം? ദഹനം കൃത്യമായിട്ടില്ലെങ്കിലും പനി വരാം. ഇപ്പം ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ബിരിയാണി കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പനിയും ജലദോഷവും ഒക്കെ ആൾക്കാർക്ക് കണ്ടിട്ടുണ്ട്. അതും ബോഡിയുടെ ശരീരത്തിന്റെ ഒരു പ്രതികരിക്കുന്ന ഒരു മാർഗമാണ് പനി എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും മാലിന്യങ്ങളായിട്ടുള്ളത് അല്ലെങ്കിൽ ശരീരത്തിന് ദഹിക്കാൻ പ്രയാസമുള്ള വസ്തുക്കൾ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യാനായിട്ട്, അതിനെ എങ്ങനെ നീക്കം ചെയ്യാം? ശരീരത്തിന്റെ അഗ്നി വർദ്ധിപ്പിച്ചുകൊണ്ട് നീക്കം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതിനാണ് തൃകടു ഇതിൽ ചേർന്നിട്ടുള്ളത്. കിരിയാത്ത് ഇതിൽ ചേർന്നിട്ടുണ്ട്. ഈ കോവിഡിലൊക്കെ സമയത്തൊക്കെ കിരിയാത്ത് ചേരുന്ന കഷായങ്ങളൊക്കെ ഒരുപാട് ഫലപ്രദമായിട്ട് കണ്ടിട്ടുള്ളതാണ്. പിന്നീട് നെല്ലിക്ക ചേർന്നിട്ടുണ്ട്, ചിറ്റമൃത ചേർന്നിട്ടുണ്ട്. ആന്റി ബാക്ടീരിയൽ, ഈ കോവിഡിൽ തന്നെ സർക്കാർ പറഞ്ഞിട്ടുള്ള മരുന്നുകളിൽ ഒന്നായിരുന്നു ചിറ്റമൃത് ചേരുന്ന മരുന്ന്. അപ്പൊ ആ ചിറ്റമൃത് നമ്മളുടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവേമ്പ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിപ്പലി പറഞ്ഞു, കുരുമുളക് പറഞ്ഞു, തുളസിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മളുടെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ആ ഒരു താപനില നിയന്ത്രിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ വൈറസിനൊക്കെ എതിരെ പ്രവർത്തിക്കാനായിട്ട് കിരിയാത്തും തുളസിയും ചിറ്റമൃതും ഒക്കെ ഇതിൽ ചേർന്നിട്ടുണ്ട്. അപ്പം ചെറിയ രീതിയിലുള്ള പനിക്കൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. 2-3 ദിവസമായിട്ട് വിട്ടുമാറാത്ത പനിയാണെങ്കിൽ ബിലോ 37 കഴിച്ചുകൊണ്ടിരിക്കാൻ പറയാമോ? ഇല്ല, അവരോട് ഡോക്ടറെ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള മരുന്ന് കഴിക്കാനായിട്ട് അവരോട് പറയേണ്ടതാണ്.